നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടുന്നതിന് വേണ്ടി നമ്മൾ അവസാന നിമിഷം വരെയും പോരാടിക്കൊണ്ടിരിക്കണം. ആ പോരാട്ടത്തിൽ ഒരിക്കലും നമ്മൾ പകുതിക്ക് വെച്ച് പിന്മാറാൻ നിൽക്കരുത്. അങ്ങനെ പിന്മാറാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളവരാണ് ചരിത്രം രചിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രം രചിച്ചിരിക്കുകയാണ് ലോകകപ്പിൽ അർജന്റീനൻ ടീം. അവർ അവസാന നിമിഷം വരെയും പോരാടിയാണ് അവരുടെ ചിരവൈരികളായ ഇംഗ്ലണ്ടിനെതിരെ വിജയം സ്വന്തമാക്കിയത്. അത് മെസ്സി പടയുടെ വിജയം അങ്ങനെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പകരാനുള്ള നല്ലൊരു സന്ദേശമായി കൂടി മാറുകയാണ്. ലക്ഷ്യങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ അതിനുവേണ്ടി അവസാന നിമിഷം വരെയും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. ആ ഒരു ലക്ഷ്യം നേടാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു സന്ദേശം നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരണമാണ് നടന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണമായിരുന്നു ഇരുണ്ട കാലം പ്രചരണം. സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ട്. ഇടത് ക്യാമ്പിൽ നിന്നാണ് അത്തരം ഒരു പ്രചാരണം ശക്തമായി ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇരുണ്ട കാലത്തിലേക്ക് തിരികെ പോകണമോ എന്നതായിരുന്നു അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. അന്ന് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് UDF-നൊപ്പം ജനങ്ങൾ ഉറച്ചുനിന്നത്, അവരെ അധികാരത്തിലെത്തിയത്. പക്ഷേ 2 മാസം പൂർണ്ണമാകാനിരിക്കുമ്പോൾ പല തവണയായി കറണ്ട് പോവുകയാണ്. നമ്മുടെ നാടും നഗരവും ഇരുട്ടിലാവുകയാണ്. ഒരു തവണയെന്നല്ല, ഒന്നിലധികം തവണ കറണ്ട് കട്ടുണ്ടാവുകയാണ്. വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. പലയിടത്തും ഇത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെച്ചു. KSEB ഓഫീസുകളിലേക്കൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സർക്കാരിന്റെ കഴിവുകേടാണോ? നേരത്തെ തന്നെ LDF പ്രചരിച്ച ഇരുണ്ട കാലം യഥാർത്ഥത്തിൽ വന്നിരിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? അത് ചോദ്യമായി ഉയരുമ്പോൾ ഇന്ന് ന്യൂസ് 18 ഈ മന്ത്രി സണ്ണി ജോസഫിന്റെ അടുത്ത് തന്നെ ആ കാര്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇനി എത്ര നാളും ഇത് സഹിക്കണം? അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും സണ്ണി ജോസഫ് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് ഭരണത്തിന്റെ പരാജയമായോ അല്ലെങ്കിൽ ആ രീതിയിലോ കാണേണ്ട, രാഷ്ട്രീയം കലർത്തേണ്ട എന്നതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുകൂടി പറയുന്നു, ഇത് ഉടൻ തീരാൻ പോകുന്നില്ല, ഇരുണ്ട കാലം തുടരുമെന്ന്. അപ്പോൾ എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് നോക്കാം. എന്താണ് സർക്കാരിന് ഇതിൽ പറയാനുള്ളത് എന്നത് നോക്കാം. LDF പ്രവചനം അത് ഫലിക്കുകയാണോ? എന്താണ് കറണ്ടിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്? സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത വൈദ്യുതി നിയന്ത്രണം തുടരുകയാണ്. മന്ത്രി സണ്ണി ജോസഫ്, വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി, എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വൈദ്യുതി മേഖലയിൽ നല്ല പ്രശ്നങ്ങൾ തന്നെയുണ്ട്. 2-3 കാരണങ്ങളാണ് മെയിനായിട്ട്. ഒന്ന്, ഉപയോഗത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷം 2025 ഈ സമയത്ത് നമുക്ക് 1500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമെങ്കിൽ 2026 അത് 4700 മുതൽ 4800 വരെ. ആവശ്യത്തിൽ 1000 മെഗാവാട്ടിലധികം വർധനവുണ്ടായിട്ടുണ്ട്. കാരണം കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നു, കൂടുതൽ എയർ കണ്ടീഷണർ വരുന്നു, കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നു, കൂടുതൽ വീടുകൾ വരുന്നു, കൂടുതൽ ഉപയോഗം വരുന്നു, ഉപകരണങ്ങൾ വരുന്നു. അപ്പോൾ ഉപയോഗത്തിൽ വർധനമുണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 17-18 ദശലക്ഷം യൂണിറ്റായിട്ട് കുറഞ്ഞു. കാരണം എന്താ? വെള്ളത്തിൻ്റെ ലഭ്യത കഴിഞ്ഞ പ്രാവശ്യം 60% കഴിഞ്ഞ ജൂലൈ മാസത്തിലെങ്കിൽ ഇപ്രാവശ്യം അത് 28%, 30-ൽ താഴെയായി, പകുതിയിൽ താഴെയായി. അപ്പോൾ നമ്മളുടെ ജലവൈദ്യുത നിലയങ്ങളിലെ വെള്ളത്തിൻ്റെ തോത് കുറഞ്ഞു, ഉൽപ്പാദനം കുറഞ്ഞു. പിന്നീട് ഇന്നിപ്പോഴുള്ള പ്രതിഭാസം അത് കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്. അതുകൊണ്ട് ലഭിക്കാനുള്ള സാധ്യതയും കുറഞ്ഞു. നമ്മളൊരു ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു, ആര്യാടൻ മന്ത്രിയായിരുന്നു. അത് പിന്നീട് റദ്ദാക്കപ്പെട്ടു. അതിനെതിരെ നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് റദ്ദാക്കിയതോടുകൂടി നമുക്ക് ഈ വൈദ്യുതി ലഭ്യത കുറഞ്ഞു. പിന്നെ നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി അത് ആവശ്യത്തിൽ നമുക്ക് കൂടുതൽ തന്നെയുണ്ട്. പകൽ 1 പൈസയാണ് ഒരു യൂണിറ്റിൻ്റെ വിലയെങ്കിൽ രാത്രിയാകുമ്പോൾ അതിന് 10 രൂപ കൊടുത്താൽ കിട്ടാത്ത സാഹചര്യം കൃത്യമായി മനസ്സിലാക്കണം. പകൽ 1 യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയ്ക്ക് കിട്ടുമെങ്കിൽ, 1 രൂപയല്ല, 1 പൈസയ്ക്ക് കിട്ടുമെങ്കിൽ രാത്രി 10 രൂപ കൊടുത്താലും അത് കിട്ടാത്ത സാഹചര്യം.
പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ രാത്രിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ കേരളത്തിൽ സംവിധാനങ്ങളില്ല. ആ സ്റ്റോർ സംവിധാനത്തെ ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയും. ആ സ്റ്റോറിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ നിയന്ത്രണം എപ്പോൾ വരെ തുടരും? മഴ കിട്ടുന്നത് വരെ ഈ നിയന്ത്രണം തുടരേണ്ടി വരും. പിന്നെ അതിനിടയിൽ ഇത് ലഘൂകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹ്രസ്വകാല കരാറുകൾക്ക് അനുമതിക്കായിട്ട് കമ്മീഷൻ്റെ മുമ്പാകെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വൈദ്യുതി ലഭ്യമാക്കാമോ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും എന്നതാണ് മന്ത്രി സണ്ണി ജോസഫ് പറയുന്നത്. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ വർഷം ഇതേ സമയം 60% ഇപ്പോൾ 16 മുതൽ 17% വരെയായി കുറഞ്ഞിരിക്കുന്നു എന്ന് മന്ത്രി പറയുകയാണ്. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു. മഴയുടെ ലഭ്യത സുഗമമാകുന്നതുവരെ നിയന്ത്രണം തുടരേണ്ടുന്ന സാഹചര്യം എന്നതാണ് സണ്ണി ജോസഫ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു ഭരണ പരാജയം എന്ന് പറയരുത്, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നതാണ് മന്ത്രിയുടെ നിലപാട്. ഇടത് സർക്കാരിന്റെ കാലത്തും ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. ബാറ്ററി സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ ഇത് ഒഴിവാക്കാൻ ആവശ്യമായ ഇടക്കാല നടപടികൾ എന്തൊക്കെ വേണമോ അത് സ്വീകരിക്കും എന്നുകൂടിയാണ് മന്ത്രി പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ 700 മുതൽ 1000 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് KECB ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കി ഉൾപ്പെടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപാദനം 45 ദശലക്ഷം യൂണിറ്റിൽ നിന്ന് 14 മുതൽ 17 ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞുവെന്നും KECB പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്നതാണ് KECB ചൂണ്ടിക്കാട്ടുന്നത്. 2025 ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അണക്കെട്ടുകളിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 60% നിന്ന് 28% കുറഞ്ഞിരിക്കുകയാണ്. എൽനിനോ പ്രതിഭാസം കാലവർഷത്തെ ദുർബലപ്പെടുത്തുകയും അതുമൂലം അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം താഴ്ന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതോടെയാണ് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായത് എന്നതാണ് KECB ചൂണ്ടിക്കാട്ടുന്നത്. 2026 ജൂലൈ 14 കണക്കനുസരിച്ച് അണക്കെട്ടുകളിലെ വെള്ളത്തിന്റെ അളവ് 28.8% കഴിഞ്ഞ വർഷം ഇതേ ദിവസം അത് 60%. അതിനാൽ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും പറയുന്നു. ഇതിനൊപ്പം അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപഭോഗം അത് കൂടിയിട്ടുണ്ട്. അത് കണക്കുകൂട്ടലുകൾക്കും അതീതമായി ക്രമാതീതമായി വർദ്ധിച്ചു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2025 ജൂലൈ 14 ഏറ്റവും കൂടിയ വൈദ്യുതി ആവശ്യകത 3952 മെഗാവാട്ട് ആയിരുന്നുവെങ്കിൽ 2026 ജൂലൈ 14 അത് 4633 ഉയർന്നു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനങ്ങൾ പ്രകാരം ജൂലൈയിൽ രാജ്യത്തിൽ ലഭ്യമാകുന്ന മഴയുടെ അളവ് ദീർഘകാല ശരാശരിയുടെ 94% താഴെയാകാന് ആണ് സാധ്യതയെന്നും KECB വ്യക്തമാക്കുന്നുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ ഉയർന്ന അന്തരീക്ഷ താപനില മൂലം രാജ്യത്താകെ വൈദ്യുതി ഉപയോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് പോലും ആവശ്യാനുസരണം വൈദ്യുതി ലഭ്യമാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഈ വൈദ്യുതി വാങ്ങിപ്പോലും ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേനൽക്കാലത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ 530 മെഗാവാട്ട് വൈദ്യുതി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ കേരളം തിരികെ നൽകേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കരാർ വ്യവസ്ഥയിൽ വീഴ്ച വരുത്താൻ സാധിക്കാത്തതിനാൽ വൈദ്യുതി മടക്കി നൽകൽ ആരംഭിച്ചതും ഇപ്പോഴത്തെ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് KECB കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ മന്ത്രി ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ KECBയുടെ ഭാഗത്തു നിന്നും വരുന്ന കാര്യങ്ങളും വിശദീകരണങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ വിഷയമാണ്. വൈദ്യുതി മുടക്കം സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദമായി മാറുന്നു വീണ്ടും എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലവിലെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടി രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടും വന്നു എന്ന് വിമർശിക്കുന്നത് മറ്റാരുമല്ല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അദ്ദേഹമാണ് ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി തന്നെ ഇപ്പോൾ മാറ്റുന്നത്. എല്ലാ ചെറുപ്പക്കാരും അല്ലാത്തവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ അവർക്കാകുന്നില്ല. എല്ലാ വീടുകളിലും ആ പ്രയാസങ്ങളുണ്ട്.
ആശുപത്രികൾക്കെല്ലാം മുന്നോട്ട് പോകാനുള്ള ചെലവുകൾ ഏറിയിരിക്കുകയാണ്. ജീവിതമാകെ തന്നെ ഇന്നിപ്പോൾ അതിൻ്റെ ഞെരുക്കത്തിലാണ്. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ട് എന്നൊന്ന് ഉണ്ടായിട്ടേയില്ല. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു. എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർ കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർ കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു രാഷ്ട്രീയ വിഷയമായിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഉന്നയിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അതായത് ഇത് സർക്കാരിന്റെ കഴിവുകേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ബിനോയ് വിശ്വം ഇതിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. UDF വന്നു, പവർ കട്ടും വന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നതിൽ കൃത്യമായി അതിലെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടുകയാണ് ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്. ലോഡ് ഷെഡിംഗ് നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് കറണ്ട് കട്ടുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പറയുന്നതിലധികം സമയം കറണ്ട് കട്ടുണ്ടാകുന്നുണ്ട്. 10 മണിക്ക് ശേഷവും കറണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഒരു ദിവസം തന്നെ 3-4 തവണ അരമണിക്കൂർ വീതം കറണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. നഗരപ്രദേശങ്ങളിലൊന്നും ഈ രീതിയിലൂടെ കറണ്ട് കട്ട് ഞാൻ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അനുഭവിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ തന്നെ പലയിടങ്ങളിലും പലതവണ കറണ്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് അറിയിപ്പിനേക്കാൾ കൂടുതൽ സമയം എത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം സ്കൂളുകളിൽ പോയി തുടങ്ങിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രതിഭാസം കേരളത്തിലുണ്ടോ എന്നത് സംശയമായി തോന്നുന്ന സാഹചര്യമുണ്ട്. അത് കുട്ടികൾ ഓരോരുത്തരോടും ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. മാത്രവുമല്ല, ലോകകപ്പിന്റെ സമയമാണ്. കളി കാണാനൊക്കെ ഇരിക്കുന്നവർക്ക് കറണ്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതും ഇത് വലിയ ചർച്ചയാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ലോഡ് ഷെഡിംഗ് കാരണം ലോകകപ്പ് മത്സരം കാണാൻ കഴിയാത്തതിൽ KSEB ഓഫീസിൽ കയറിയാണ് തൃശ്ശൂരിൽ യുവാക്കൾ അതിക്രമം നടത്തിയത്. മാള അന്നമന നടയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരു സംഘം യുവാക്കളാണ് KSEB ഓഫീസിലെത്തി അതിക്രമം നടത്തിയത്. ആക്രമണത്തിൽ KSEB ജീവനക്കാരൻ നിതിന് പരിക്കേറ്റു. ഇയാളിപ്പോൾ ചികിത്സയിലാണ്. ഒരിക്കലും അതിക്രമത്തെയോ അക്രമത്തെയോ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതിലേക്ക് വരെ നയിച്ചു എന്നത് ചൂണ്ടിക്കാട്ടുകയാണ്. പാവം ആ ജീവനക്കാരൻ അതിനൊന്നും ഒരു ഉത്തരവാദിയല്ല. എന്തായാലും ആ ജീവനക്കാരനാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു, സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF പ്രചരണ വിഷയമാക്കിയ ഒരു വിഷയത്തിൽ 2 മാസമാകുമ്പോൾ തന്നെ സർക്കാരിന് മികവ് കാട്ടാൻ കഴിയുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടേണ്ടത്. ആ മികവ് കാട്ടേണ്ടത് ഇതിന്റെ എന്തുകൊണ്ട് കറണ്ട് കട്ടുണ്ടാകുന്നു എന്നതിന്റെ കാരണം കണ്ടെത്തുന്നതിലല്ല, പ്രതിസന്ധി ഒഴിവാക്കുന്നതിലാണ്, അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിലാണ്. എന്തായാലും 10 വർഷം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2 മാസം മാത്രമാകുന്ന സർക്കാരാണോ ഇത് മുൻകൂട്ടി കണ്ട് നടപടികൾ എടുക്കേണ്ടത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ പ്രതിസന്ധി ജനങ്ങളെ സംബന്ധിച്ച് അവർ പരിചയിച്ചു വന്ന മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വരും ദിവസങ്ങളിലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാതെ മുഖ്യമന്ത്രി VD സതീശൻ. അത് വലിയ വിവാദമായി മാറുകയാണ്. പ്ലീഡറെ നിയമിക്കുന്നതിൽ KSUവിന് യാതൊരു പങ്കുമില്ല എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം അലോഷ്യസ് സേവ്യർ തേടിയത്. അതും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം ശക്തമാകുന്നു. KSUവും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഉൾപ്പെടെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്നതാണ്. അതിന് പിന്നാലെ ഇത് കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. VD സതീശനെതിരെ അത് ആയുധമാക്കാൻ KC പക്ഷം നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്താണ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലൂടെ കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലീഡർ നിയമന വിവാദത്തിൽ KSUവിനെ അധിക്ഷേപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ
കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയത്. ഇതിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിനായിരുന്നു അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയത്. പക്ഷേ ആ അനുമതി നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലെ KSU പ്രതിഷേധത്തെ പരിഹസിച്ച് തള്ളിയ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ അതിൽ അതൃപ്തി അറിയിക്കുക എന്നതായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷന്റെ ശ്രമം. അതിനാണ് അലോഷ്യസ് സേവ്യർ ശ്രമിച്ചത്. എന്നാൽ അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം പിൻവലിക്കണം, വിവാദ പ്ലീഡർ നിയമനം പിൻവലിക്കണം എന്നതാണ് KSU ആവശ്യപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നത്. KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ അത്തരമൊരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചത്. പക്ഷേ ആ അനുവാദം നിഷേധിക്കുകയായിരുന്നു. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്ത് കാര്യം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. വി ഡി സതീശൻ ഒരു പരിഹാസ രൂപേണയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഈ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്. KSU സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കോൺഗ്രസിനകത്തും അതൃപ്തി പുകയുകയാണ്. ഇതാണ് KC പക്ഷക്കാരനായ VR അനൂപിന്റെ ഇന്നത്തെ പരസ്യ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് KPCC വക്താവ് VR അനൂപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ KPCC വക്താവ് പറഞ്ഞ കാര്യങ്ങൾ: ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്ത മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം നിഷേധിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവപൂർണമായ സമീപനം കോൺഗ്രസ് KSU നേതാക്കൾ അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു അനൂപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. അവരുടെ അവകാശം ആണ് അത് എന്ന് പറയുന്നു. ഇത് തങ്ങളുടെ കൂടി സർക്കാരാണെന്നും മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു VR അനൂപ്. VR അനൂപ് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അത് പരസ്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ജാതിവാൽ പ്രയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത വ്യക്തിയാണ് VR അനൂപ്. KC വേണുഗോപാലിന്റെ ശക്തനായ അനുയായിയാണ്. KC പക്ഷക്കാരനാണ് VR അനൂപ്. VR അനൂപിന്റെ ഈ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു KSUവിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ രംഗത്തെത്തിയത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതിനെക്കുറിച്ചുള്ള KSU വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഉയർത്തിയ ചോദ്യത്തോടായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഒരു വിമർശനവും പരിഹാസവും നൽകുന്ന സ്വരത്തിലായിരുന്നു. തിരുവനന്തപുരത്തെ KSU ആണോ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതെന്നായിരുന്നു സതീശൻ ചോദിച്ചത്. KSUവിന് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച സതീശൻ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതികരണം ഒന്നുകൂടി ഒന്ന് നമുക്ക് കാണാം. എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇവര് പരാതിപ്പെട്ടു എന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഈ റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷനിൽ ഈ വിവാദപ്പെട്ട രണ്ടുപേരുടെയും പേര് അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇവരെ ആക്കണമെന്ന് പറഞ്ഞു. ഇവർ ഈ ലിസ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ അവരെ പരിശോധിച്ചത്. ലിസ്റ്റ് തന്ന പലരും വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന നടത്തിയിട്ടാണ്, അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ടാണ് അവരെ നിയമിച്ചത്. അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. രണ്ടുപേരും മെമ്പർമാരാണ്. രണ്ടുപേരും വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ലോയേഴ്സാണ്. അത് AGയോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് പ്ലീഡർമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന തരുന്ന ലിസ്റ്റിന്റെ അടിയിൽ ഒപ്പിടാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. കോടതിയിൽ നല്ല ലോയേഴ്സും കൂടി വരണമല്ലോ. അവര് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർമാരാണ്. CPMൽ നിന്ന് വന്ന 5 പേര് സ്ഥാനാർത്ഥികളായിരുന്നു അസംബ്ലിയിൽ. BJPയിൽ നിന്ന് വന്ന ഒരാൾ. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളിത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. അപ്പോൾ ഈ പരാമർശമാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അധികാരത്തിലെത്താൻ വേണ്ടി ക്യാമ്പസുകളിലും തെരുവുകളിലും സർക്കാരിന്റെ കടന്നാക്രമണങ്ങളെ ഒക്കെ നേരിട്ട ഒരു സംഘടനയോട് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ദൗർഭാഗ്യകരവും രാഷ്ട്രീയ നീതിയോടുള്ള വെല്ലുവിളിയാണ് എന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രം ഉയർന്നൊരു വിമർശനമല്ല. പൊതുവെ വി ഡി സതീശൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് പൊതുവെ ഉയർന്ന ഒരു വിമർശനമാണ്. സജീവ RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതും മുൻ SFI നേതാവിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതുമൊക്കെയാണ് ഈ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്.
ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയതെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ആ പട്ടിക മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാനൊക്കെ വി.ഡി. സതീശൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ പ്ലീഡറുമായി ബന്ധപ്പെട്ട KSU വിമർശനത്തെ തള്ളിക്കൊണ്ട് തെളിവ് സഹിതമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനോടൊപ്പമാണ് KSUവിനെ തരം താഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം ലോയേഴ്സ് കോൺഗ്രസ് തന്നെ പിന്നീട് തള്ളുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി നായരാണെന്നും പട്ടികയിലില്ലാത്ത പേരുകൾ നിർദ്ദേശിച്ചിട്ട് പഴി ലോയേഴ്സ് കോൺഗ്രസിന് നൽകുകയാണ് എന്നുമൊക്കെയാണ് ലോയേഴ്സ് കോൺഗ്രസ് പിന്നീട് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് മറ്റ് കാര്യങ്ങളിൽ മറുപടി പറയാനില്ല എന്നും ലോയേഴ്സ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും വി.ഡി. സതീശൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഈ മറ്റ് പോഷക സംഘടനകൾ നൽകുന്ന ലിസ്റ്റിന്റെ താഴെ ഒപ്പിടാനിരിക്കുകയല്ല, അത് നടത്താനിരിക്കുകയല്ല എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ KSUവിനെ മാത്രമല്ല അങ്ങനെയുള്ള സംഘടനകളെയെല്ലാം പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അതൃപ്തി ഇതിനെതിരെ ഉരുത്തിരിയുന്നുണ്ട്. അതിനോടൊപ്പമാണ് KC പക്ഷം നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശനെതിരെ ഈ വിഷയത്തിൽ ആ ഒരു പടയൊരുക്കം കോൺഗ്രസിൽ തന്നെ നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഗതി മാറ്റിയ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുകയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തിട്ട് 2 മാസം തികയാനിരിക്കുന്നേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടിയുണ്ട്. എന്നാൽ അധികാരത്തിന്റെ ശീതളിമയിൽ എത്തുമ്പോൾ ആദ്യം തന്നെ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ ചോര ചിന്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിസ്മരിക്കുന്നു മുഖ്യമന്ത്രി എന്നതാണ് ഉയരുന്ന വിമർശനം. പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ അണികളെ തഴഞ്ഞ് അധികാര ദല്ലാളന്മാർക്കും മറുകണ്ഠം ചാടിയവർക്കും പദവികൾ നൽകുന്നു. മുഖ്യമന്ത്രി അതിൽ സ്വയം തിരുത്തലിന് തയ്യാറാകണം എന്ന വികാരമാണ് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം കോട്ടയ്ക്കുള്ളിൽ നിന്നും ഉയരുന്ന ഈ പ്രതിഷേധങ്ങളെ ജാഗ്രതയോടെ വേണം മുഖ്യമന്ത്രി കാണാൻ. പിണറായിയുടെ സ്വരത്തിനോടാണ് വി.ഡി. സതീശന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെ പലരും ഉപമിക്കുന്നത്. അതും നല്ലതല്ല. അവസരവാദികളുടെ നിയമനങ്ങളിൽ വ്യക്തത വരുത്താനും മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി ഈ കോൺഗ്രസിൽ നിന്നുള്ള ഈ വിമർശനത്തെ കാണണം. ഈ പ്രതിഷേധങ്ങൾ വെറുമൊരു പ്ലീഡർ വിവാദത്തിൽ ഒതുങ്ങാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി മാറാതിരിക്കാനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാട്ടുമോ ഇല്ലയോ എന്നതാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത്. വരും വാർത്താ സമ്മേളനങ്ങളിലും ഒരുപക്ഷെ ഇതിനോടുള്ള പ്രതികരണം നടത്തേണ്ടി വരും മുഖ്യമന്ത്രിക്ക് എന്നതാണ് കരുതുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിലേക്ക് പോയാൽ ഒട്ടും അയവില്ലാതെ തുടരുകയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ. അമേരിക്കയുടെ ആക്രമണവും ഇറാന്റെ പ്രത്യാക്രമണവും തുടരുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ഹോർമുസിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ നിയോഗിക്കരുത് എന്നതാണ് നിർദ്ദേശം. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം ശക്തമാക്കിയത് പ്രവാസികളിലും വലിയ ആശങ്ക ഉയർത്തുകയാണ്. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം പ്രതിസന്ധിയിലാക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും തുടർച്ചയായ 5ാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നു. ഹോർമുസ് കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം ശക്തമാക്കുന്നതും കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടു. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഒപ്പം ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് അമേരിക്ക മുൻഗണന നൽകിയത്. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ശക്തമാക്കുന്നതും കണ്ടു. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ അമേരിക്ക ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്ക് എത്തിയ ടാങ്കറാണ് ആക്രമണത്തിനിരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെയായിരുന്നു ആക്രമണം ആരംഭിച്ചത് എന്നതാണ് US ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൗകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 90 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഗ്രേറ്റർ ട്വിൻ ദ്വീപും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും തലസ്ഥാനമായ ടെഹ്റാനിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയതായും സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ US ആക്രമണങ്ങളിൽ
ഇറാനിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വടക്കു ഭാഗത്തും ടെഹ്റാന്റെ കിഴക്കു ഭാഗത്തുമുള്ള വിമാനത്താവളങ്ങളിലും അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായും തെക്കൻ തീരദേശ മേഖലകളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാന്റെ ഉൾഭാഗങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് അമേരിക്കൻ സേന ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ ഭീഷണി നമുക്കറിയാം. ചർച്ചയ്ക്ക് സന്നദ്ധമായില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ അമേരിക്ക വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിലെ ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അവർ ചർച്ചകളിലേക്ക് വരാനും ഒത്തുതീർപ്പിലെത്താനും തയ്യാറാകാത്ത പക്ഷം തങ്ങൾ അവരുടെ എല്ലാ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളും തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരുടെ ജീവിത ഇടങ്ങളെയും ഒക്കെ ലക്ഷ്യമിടും എന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഈ ഭീഷണിക്ക് തയ്യാറെടുക്കുന്നു അമേരിക്ക എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ രാത്രി അമേരിക്കയുടെ ആക്രമണങ്ങളും നീക്കങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു ഇത്തവണയും ആക്രമണം. ഇറാൻ ജോർദാനിലെ അമേരിക്കൻ ആശയവിനിമയ സംവിധാനങ്ങളും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളും ആക്രമിച്ചതായി അവകാശപ്പെട്ടു. ജോർദാനിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. രാജ്യത്തെ അമേരിക്കൻ താവളങ്ങൾ ഇല്ലാതാക്കണമെന്ന് IRGC ജോർദാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടവുമാണ്. മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും കൂടുതൽ പലസ്തീൻ ജനതയുടെ വേദനയും അടിച്ചമർത്തലും മനസ്സിലാക്കുന്ന മാന്യരായ ജനതയാണ് നിങ്ങൾ. IRGCയുടെ വാർത്താക്കുറിപ്പിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. പാർസ് വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റ് സൈന്യം ഡ്രോൺ ആക്രമണങ്ങൾ, പക്ഷേ നിങ്ങളെ ഇഷ്ടമാണെങ്കിലും അമേരിക്കയ്ക്ക് നൽകുന്ന സഹായം, അതിൽ ഉള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു ഇറാന്റെ ആ വാർത്താക്കുറിപ്പിൽ ഇറാൻ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. കുവൈറ്റ് സൈന്യം ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞതായി അറിയിച്ചു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ശാന്തരായി സമീപത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശം നൽകി. ഒപ്പം ഇറാന്റെ ശക്തമായ പ്രതികരണം കൂടി ഉണ്ടാകുന്നുണ്ട്. ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന മുഹമ്മദ് ബാഗർ ഖാലിബാഫ് സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത് രാജ്യത്തിന് ഗുണകരമല്ലാത്ത ഒരു കരാറും പാലിക്കാൻ ഇറാന് കഴിയില്ല എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഇറാന്റെ സ്വന്തം സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവും ഇറാൻ സ്വീകരിക്കില്ല എന്നും ഖാലിബാഫ് പറഞ്ഞു. അപ്പോൾ ഇറാൻ പിന്നോട്ടില്ല, അമേരിക്കയും പിന്നോട്ടില്ല. ചർച്ചകളുടെ സാധ്യത ഏതാണ്ട് അടഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഈ ഘട്ടത്തിലാണ് നാവികരെ സംരക്ഷിക്കാൻ ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നത്. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുത് എന്ന് കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത് എന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രകളിൽ ഇന്ത്യൻ നാവികരെ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ഷിപ്പിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷിപ്പ് മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സർവീസ് ലൈസൻസ് കമ്പനികൾക്കുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാവികരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കടുത്ത നിരീക്ഷണവും ജാഗ്രതയും പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി മാരിടൈം ഡൊമൈൻ അവയർനെസ് സെന്ററുമായി ബന്ധപ്പെടാനും അന്താരാഷ്ട്ര സുരക്ഷാ ചട്ടങ്ങൾ കർശനമായി പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സിലൂടെയാണ് മാരിടൈം റെഗുലേറ്റർ ഈ വിവരം അറിയിച്ചത്. ഗൾഫ് മേഖലയിലെ അതീവ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പേർഷ്യൻ ഒമാൻ ഉൾക്കടൽ മേഖലയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ്
ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഖലയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളിലെയും ഇന്ത്യൻ നാവികരുടെ വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കാനാണ് തീരുമാനം. ഇതിനുവേണ്ടി പ്രത്യേക ഡാഷ്ബോർഡ് സ്ഥാപിക്കും. അപകട സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകാനും അടിയന്തര ഇടപെടൽ നടത്താനും വേണ്ടിയാണ് ഈ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന US-ഇറാൻ യുദ്ധത്തിനിടയിൽ സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്കിൽ ഒട്ടേറെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UAE പതാകയുള്ള MT അൽബഹിയ, MT മൊംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് DGMAയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ കപ്പലുകൾ നാവിക മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിനുകൊണ്ടാണ് ആക്രമിച്ചതെന്നാണ് അവർ പറയുന്നത്. ഈ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇന്ത്യ ശക്തമായി ഇതിനെ അപലപിച്ചു. കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ് UAEയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ നാവികരെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ സന്ദർശിച്ചു. ദുരന്തത്തിന്റെ ഞെട്ടലിൽ കഴിയുന്ന ഇവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാവികരെ അവരുടെ സുരക്ഷ മുന്നിൽ കണ്ട് ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഉടൻ അയയാനുള്ള സാഹചര്യവും സാധ്യതയുമില്ല എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഒപ്പം പ്രവാസികളും വലിയ ആശങ്കയിലാണ്. വെടിനിർത്തൽ നേരിയ ആശ്വാസമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് പ്രവാസികളാകെ ആശങ്കയിലാകുന്നത്. ജോലി നഷ്ടപ്പെടുന്നത് അവരെ സംബന്ധിച്ച് വലിയ ഭീതി ഉയർത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ 4 മാസം യുദ്ധത്തിൽ തന്നെ പലർക്കും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, വലിയ വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ഒപ്പം യുദ്ധം നടക്കുകയാണ്, മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്, അതുയർത്തുന്ന ഒരു സുരക്ഷാ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉണ്ട്. അത് വലിയ പ്രതിസന്ധിയായി പ്രവാസികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, വാർഷിക അവധിക്ക് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സമയമായതിനാൽ യാത്ര മുടങ്ങുമോ എന്ന ആശങ്കയൊക്കെ പ്രവാസികളെ സംബന്ധിച്ചുണ്ട്. വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചിട്ടില്ല എന്ന് വ്യോമയാന കമ്പനികൾ അറിയിക്കുന്നുണ്ട്. അതേസമയം ഏത് സമയം വേണമെങ്കിലും അത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രവാസികളെ സംബന്ധിച്ചുണ്ട്. യൂറോപ്പ്, ബ്രിട്ടീഷ് വിമാന കമ്പനികൾ പ്രഖ്യാപിച്ച ഗൾഫിലെ സർവീസ് നിയന്ത്രണം ഈ മാസം അവസാനം വരെ തുടരും എന്നൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഒക്കെ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അത് വലിയ ആശങ്ക പ്രവാസികളിൽ ഉണ്ടാക്കുന്നു. യുദ്ധം കടുത്താൽ സ്ഥിതി ഗുരുതരമാകും. ഇത് പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തായാലും പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ഇന്ത്യയും സാഹചര്യങ്ങൾ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളും ആരംഭിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത മങ്ങുന്നോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേള എടുത്തതിന് ശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. 85% പ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിഘടനവാദികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രഖ്യാപനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമോ അന്താരാഷ്ട്ര അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ പ്രതികരണവും ഈ വിഷയത്തിലുണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണം എന്നുമാണ് വിഘടനവാദികൾ ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആടിയുലയുന്ന പാകിസ്ഥാനെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതാണ് നിലവിലെ സാഹചര്യം. പാക് ഒക്കുപൈഡ് കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് ബലൂജിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ 2 സാഹചര്യങ്ങളും
ഇന്ത്യക്ക് നയതന്ത്ര പരീക്ഷണം കൂടിയാണ്. ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ. അപ്പോൾ എന്താണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇന്നലെ സ്വയം ബലൂച്ച് ജനതയുടെ പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കുന്ന മിർ യാർ ബലൂച്ച് എന്ന വ്യക്തിയുടെ എക്സ് അക്കൗണ്ടിലൂടെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായുള്ള അവകാശവാദം ഉയർന്നത്. ബലൂച്ച് മേഖലയുടെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അവകാശവാദമായുമാണ് പുതിയ രാജ്യപ്രഖ്യാപനത്തോടെ ഇവർ രംഗത്ത് വന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനാണ് സ്വതന്ത്ര രാഷ്ട്രമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം രൂപീകരിച്ച് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. ഈ അവകാശവാദ പ്രകാരം പുതിയ ഭരണകൂടം ബലൂചിസ്ഥാന്റെ ഏകദേശം 85% പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും സ്വന്തം ദേശീയ പതാക, ദേശീയ ഗാനം, കറൻസി, ഭരണ സംവിധാനം എന്നിവ നിലവിൽ വന്നതായും അവകാശപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിന് ഒരു സ്ഥിരീകരണമുണ്ടോ? ഇല്ല. ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണമോ പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂജിലും തെക്ക് പാക് അധീന കശ്മീരിലും ഒരേ സമയം വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഇതിനിടയിലാണ് ബലൂച്ച് വിഘടനവാദികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തങ്ങൾ സ്വതന്ത്രർ അംഗീകരിക്കണം എന്നതായിരുന്നു ഈ പ്രസ്താവന. അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ ഒരു രാജ്യവും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ ഔദ്യോഗിക പ്രഖ്യാപനമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ബലൂചിസ്ഥാനിലെ ഈ വിഘടനവാദം എങ്ങനെ എന്ന് നോക്കിയാൽ പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 44% ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ ജനസംഖ്യയുടെ വെറും 6% മാത്രമാണ് ഇവിടെയുള്ളത്. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തികളുള്ള ഈ പ്രദേശത്തിന് അറബിക്കടലിനോട് ചേർന്ന ദീർഘമായ തീരപ്രദേശവുമുണ്ട്. 1948 കലാത്ത് രാജ്യം പാകിസ്ഥാനിൽ ചേർത്തതോടെയാണ് ബലൂചിസ്ഥാനിലെ കലാപങ്ങൾ തുടങ്ങിയത്. ബലൂച്ച് ജനതയുടെ ആരോപണം തുടർച്ചയായി വന്ന പാകിസ്ഥാൻ സർക്കാരുകൾ ഈ പ്രദേശത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും അവഗണിക്കുന്നു എന്നതാണ്. സൈനിക അടിച്ചമർത്തലിന് വിധേയമാക്കി ഇവരെ എന്നതാണ് അവർ ആരോപിക്കുന്നത്. സ്വർണം, ചെമ്പ്, വെള്ളി, പ്രകൃതിവാതകം തുടങ്ങിയ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ ലാഭവിഹിതമൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ദാരിദ്ര്യത്തിലാണ് ജനങ്ങൾ കഴിയുന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘർഷങ്ങളും ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വളർന്നു കൊഴുക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂച്ച് വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വളരെ രൂക്ഷമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സായുധ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമെന്ന അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശക്തമായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയെന്ന് നോക്കിയാൽ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ അതീവ സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ. ചെമ്പ്, സ്വർണം, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയ ധാതു സമ്പത്തുകളുടെ വലിയ ശേഖരം ഇവിടെയുണ്ട്. കൂടാതെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലെ പ്രധാന കേന്ദ്രമായ ഗ്വാദർ തുറമുഖവും ബലൂചിസ്ഥാനിലാണ്. ഈ സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ പ്രാധാന്യം കാരണം പ്രദേശത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബലൂചിസ്ഥാൻ വേർപിരിയുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തെ പാപ്പരാക്കുമെന്നും രാജ്യം തകരാൻ ഇത് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ നേരിടാൻ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ വ്യോമാക്രമണങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾക്ക് മേൽ പ്രാദേശിക നിയന്ത്രണം വേണമെന്ന ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഇപ്പോൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാമ്പത്തിക ഉപരോധമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പാക് അധീന കശ്മീരിലും ഖൈബർ പത്തൂൺഖ മേഖലയിലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സാമ്പത്തിക ആഘാതത്തിന്റെ വ്യാപ്തി കൂട്ടുന്ന ഈ ഒരു പ്രതിസന്ധി കൂടി അലട്ടുന്നത്. ഇത് പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ആണ് എന്നതാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വിവരം. സമാനതകളില്ലാത്ത തരത്തിൽ
പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് നിലവിൽ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആഘാതം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് നോക്കിയാൽ, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഔദ്യോഗിക അംഗീകാരം നൽകണം എന്നൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്ത്യ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായാണ് കാണുന്നത്. മുൻപ് ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതായി കണക്കാക്കപ്പെടും. അതോടൊപ്പം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെയും ഇത് ബാധിക്കാം. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന ആരോപണം പാകിസ്ഥാൻ ഉയർത്താൻ ഒരു അവസരവും ഇത് സൃഷ്ടിക്കും. ഇതുവഴി പാകിസ്ഥാൻ വീണ്ടും കശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നു. ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിച്ചാൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വീണ്ടും വഷളാകാനും സാധ്യതയുണ്ട്. ഗൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യയും ചൈനയും ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്ന ഘട്ടമാണ്. ചൈനയും പാകിസ്ഥാനും കൂടുതൽ അടുത്ത സഹകരണം സ്ഥാപിക്കാൻ ഇത് ഇടയാക്കും. ഇറാനുമായുള്ള ബന്ധവും പ്രശ്നത്തിലായേക്കാം. ബലൂച്ച് വിഘടനവാദികൾക്ക് വിദേശ പിന്തുണ നൽകുന്നതിനെതിരെ ഇറാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രാദേശിക താൽപര്യങ്ങൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ നീക്കം? എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നത് പ്രദേശത്തെ അസ്ഥിരതയും അക്രമവും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കണക്കിലാക്കുന്നത്. നിലവിൽ ഈ പ്രഖ്യാപനത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടില്ല. ബലൂചിസ്ഥാൻ യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രദേശം നിയന്ത്രിക്കുന്നു എന്നതും ഇവിടുത്തെ വിഘടനവാദികൾക്ക് എന്താണ് അവിടുത്തെ ആധിപത്യം എന്നതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നൊരു സാഹചര്യവുമൊക്കെ ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു നയതന്ത്ര പരീക്ഷണത്തിന്റെ ഘട്ടമോ അല്ലെങ്കിൽ അവസരമോ ആണ്. സൂക്ഷ്മമായി നിരീക്ഷിച്ച് കരുതലോടുകൂടിയായിരിക്കും ഇന്ത്യ ഈ വിഷയത്തിൽ നീക്കങ്ങൾ നടത്തുക. പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നീ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ സംഭവ വികാസത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ സ്ഥിതി കാത്തിരുന്ന് കാണാം എന്ന നിലയിലാണ് സസൂക്ഷ്മം ഇന്ത്യ പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. ഉചിത സമയത്തുള്ള ഇടപെടൽ ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് NSSന്റെ വലിയ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ച വിഷയത്തിൽ NSSന് വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന് മറുപടി പറഞ്ഞുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. BV അരുൺ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, എന്താണ് വലിയ പ്രതിഷേധമാണോ NSS ഉയർത്തുന്നത്? അരുൺ, അരുൺ കേൾക്കാമോ? ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മറുപടി പറയും. This has got nothing to do with the CM statement. ആദ്യമായിട്ട് ഇതൊരു പ്രതിഷേധ പ്രകടനമേ അല്ല. ഇത് ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ്. ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് വിമർശനം പ്രധാനമായി ഉണ്ടായത് സുരേഷ് ഗോപി എംപിയിൽ നിന്നും ഉപരാഷ്ട്രപതിയിൽ നിന്നുമാണ്. അല്ല, ഞങ്ങൾ സുരേഷ് ഗോപിയോ ഉപരാഷ്ട്രപതിയോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ നിന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിക്കും അതിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിക്കുമെതിരെ ഉണ്ടായ ചില പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ ജാഥയാണ്. അദ്ദേഹത്തിന് ആസൂത്രിതമായ ഒരു വിമർശനം ഉണ്ടാവും അങ്ങനെ വിലയിരുത്തലുണ്ട്. അങ്ങനെയാണ് തോന്നുന്നത്.
പക്ഷേ മിസ്റ്റർ സംഗീത് കുമാർ ഇങ്ങനെ തന്നെ സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, അതായത് കള്ളം പറയാണ് മുഖ്യമന്ത്രി എന്നും തന്നെ കാണാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും തയ്യാറായിട്ടില്ലെന്നും പറഞ്ഞു. അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടോ? അങ്ങനെ തന്നെ പറഞ്ഞു. അതിന്റെ വിമർശനം ഇത് മുഖ്യമന്ത്രിയോ സുരേഷ് ഗോപിയോ ആയിട്ടൊന്നും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായിട്ട് അല്ല. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജാഥയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ എല്ലാ താലൂക്കുകളും ഇങ്ങനെ ഉണ്ടോ, അല്ലെ തിരുവനന്തപുരം താലൂക്കിന് മാത്രമാണ്? അതെല്ലാം അവരാലോചിച്ച് ചെയ്യും, വഴിയെ ചെയ്യും. എല്ലാവർക്കും നടത്താം. എല്ലാവർക്കും. രേണുക, ഇതാണ് NSSന്റെ നിലപാട്. നേരത്തെ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ആക്രമണം നടക്കുന്നു, വലിയ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ആസൂത്രിതമായ നീക്കമാണ്, ജനറൽ സെക്രട്ടറിയും NSSനെയും അപമാനിക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താലൂക്കിൽ ഒരു പ്രകടനം നടത്തുന്നതാണ് NSSന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സംഗീത് കുമാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രകടനം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നൂറുകണക്കിന് NSS പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം NSSനെതിരെ കടുത്ത നിലപാട് ജനറൽ സെക്രട്ടറി ദിവസങ്ങൾ സ്വീകരിച്ചത് രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഒന്ന് ഡൽഹിയിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും പരോക്ഷ വിമർശനം സുകുമാരൻ നായർക്കെതിരെ നടത്തിയിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുമായുള്ള തർക്കവും മുഖ്യമന്ത്രി കാണാൻ സമയം അനുവദിച്ചില്ല എന്ന സുകുമാരൻ നായരുടെ വിമർശനം, അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി, വീണ്ടും കൃത്യമായ സമയം അനുവദിച്ചു, അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു എന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതുമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കണം. ആ രണ്ട് കാര്യങ്ങളിലാണ് സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായത്. പക്ഷേ NSS നേതൃത്വം നേരിട്ടത് പറയുന്നില്ല. ഇത് രാഷ്ട്രീയ ലക്ഷ്യമില്ല, രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള പ്രതിഷേധ പ്രകടനമല്ല, പകരം ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യ പ്രകടനമാണെന്നാണ് NSS നിലപാട്. ഇപ്പോൾ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രകടനം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. G. സുകുമാരൻ നായർക്ക് അഭിവാദ്യങ്ങൾ, ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനറാണ് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സുകുമാരൻ നായർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, വിമർശനങ്ങൾക്കെതിരെ NSS തെരുവിലിറങ്ങുന്നു എന്ന് കൂടി വേണമെങ്കിൽ നമുക്കിത് പറയാം. ഇത് തിരുവനന്തപുരം താലൂക്ക് യൂണിയനാണ് ആദ്യഘട്ടത്തിൽ ഈ സമരം, ഈ ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നത്. പിന്നീട് ഇത് മറ്റ് യൂണിയനുകളും ഈ പ്രതിഷേധ സമര പ്രകടനങ്ങളുടെ ഭാഗമാകില്ല, ഐക്യദാർഢ്യ പ്രകടനങ്ങളുടെ ഭാഗമാകുമെന്നാണ് NSS നേതൃത്വം വ്യക്തമാക്കുന്നത്. സുകുമാരൻ നായർക്കെതിരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളെ പഴിചാരിയാണ് ഇപ്പോൾ NSSന്റെ ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരുള്ള പ്രകടനമെങ്കിലും സ്വാഭാവികമായും ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും BJP നേതൃത്വ ഭാഗത്തുമുള്ള വിമർശനങ്ങളുമൊക്കെ ഇതിന് അടിസ്ഥാനമാണ്. ഇന്ന് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ യോഗം ചേരുമ്പോൾ ശക്തമായ വിമർശനമാണ് സുരേഷ് ഗോപി MPക്കെതിരെ, മന്ത്രിക്കെതിരെ ഉയർന്നത്. അതുപോലെ VD സതീശൻ സമയം നൽകാത്തതിലും ശക്തമായ പ്രതിഷേധം ഉയർന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഐക്യദാർഢ്യ പ്രകടനം എന്ന പേരിൽ ശക്തി പ്രകടനം നടത്താൻ തീരുമാനമെടുത്തത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ വിവിധ ഭാഗങ്ങൾ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നുള്ള ആളുകളും ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി അങ്ങനെ കരിവാരി തേക്കാൻ അനുവദിക്കില്ല, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനവുമായാണ് NSSന്റെ ഈ ഐക്യദാർഢ്യ റാലി എന്ന പേരിലുള്ള ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ആരംഭിക്കുന്നത്. NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ തന്നെ നേതൃത്വം നൽകുന്നു. കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് സ്വാഭാവികമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതല്ല, രാഷ്ട്രീയ വിമർശനമല്ല ഇവരുടെ അടിസ്ഥാനം, പകരം ഇത് വളരെ കൃത്യമായി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം എന്നത് മാത്രമാണ് ഇതിന്റെ അജണ്ട എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ റാലി ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഈസ്റ്റ് ഫോർട്ട് വരെ ഈ റാലി മുന്നോട്ട് പോകും. സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ നിറം കൊടുക്കേണ്ട എന്നുള്ള ഒരു വിലയിരുത്തലാണ് NSS ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സുകുമാരൻ നായർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക്, സുകുമാരൻ നായർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് NSSനെ ഹൈജാക്ക് ചെയ്യാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്ന ആശങ്കകൾക്കിടെയൊക്കെയാണ് ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ഐക്യദാർഢ്യ പ്രകടനം എന്നാണ് ശ്രദ്ധേയം. പെരുന്ന ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് നേരത്തെ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിൽ പറഞ്ഞത്. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി അതിനോട് ചേരുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. മന്നം സമാധിയിൽ ആർക്കും പോകാം, അവിടെ ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്രമാണ് എല്ലാ അധികാരവും എന്ന ചിന്ത പാടില്ല എന്ന വിമർശനം രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി എന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യമൊക്കെ ഇതുമായി ചേർത്ത് വായിക്കണം. ഏതായാലും സുകുമാരൻ നായർക്കുള്ള ഐക്യദാർഢ്യ പ്രകടനം തുടക്കം കുറിക്കുന്നത് ഇവിടെ തിരുവനന്തപുരം താലൂക്ക് യൂണിയനിൽ നിന്നാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മറ്റ് സ്ഥലങ്ങളിലും സമാനമായ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് NSSന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത്.
TV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ഇതൊരു പ്രതിഷേധ പ്രകടനമല്ല, ഐക്യദാർഢ്യ പ്രകടനം എന്നതാണ് NSS നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് നടക്കുന്നത്. വലിയ ജനപങ്കാളിത്തം നമുക്കിതിൽ കാണാം. ഈ NSSന്റെ മാർച്ച് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നാമജപ ഘോഷയാത്രയാണ്. ശബരിമല വിഷയത്തിൽ ആദ്യം പ്രതിഷേധം, ഇതുപോലെ പരസ്യ പ്രതിഷേധം തുടങ്ങി വെച്ചത് NSS ആണ്. അത് പിന്നെ സംസ്ഥാനത്തൊക്കെ കത്തിപ്പടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ സമീപനമാണ് ചൊടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം മന്നം സമാധിയിലെ വരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപരാഷ്ട്രപതി, ഒപ്പം തന്നെ സുരേഷ് ഗോപിയൊക്കെ ഉയർത്തിയ വിമർശനങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഫോക്കസ് വാർത്തയിലേക്ക് പോകും. ചരിത്രം കുറിച്ചിരിക്കുകയാണ് മെസ്സിയും ടീമും. മെസ്സിയുടെ കളി മികവിൽ അർജന്റീന ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. അവസാന 8 മിനിറ്റുകളിലായിരുന്നു അർജന്റീനയുടെ 2 ഗോളുകളും പിറന്നത്. ചിരവൈരികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ആധികാരിക വിജയം നേടിയതോടെ എതിരാളികളെയും വിമർശകരുടെയും വായടപ്പിക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ മെസ്സി എന്ന ഇതിഹാസ താരം തന്റെ മാറ്റ് ഊട്ടിയുറപ്പിച്ചു. അർജന്റീനയുടെ ഈ ത്രസിപ്പിക്കുന്ന വിജയം ഇപ്പോഴും ലോകമെങ്ങും ആഘോഷിക്കപ്പെടുകയാണ്. അതിന്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നാണ് അർജന്റീനയായത് ഈ സെമി ഫൈനൽ മത്സരത്തിൽ എന്നതാണ് ഞങ്ങളുടെ സ്പോർട്സ് റിപ്പോർട്ടർ എൽദോയുടെ ഇതിന്റെ റിപ്പോർട്ടിൽ കുറിച്ചിരുന്നത്. കടുപ്പം കൂടിയ എതിരാളികളെ കിട്ടിയാൽ കടുകട്ടിയാകുമെന്ന് ബോധ്യപ്പെടുത്തിയ പ്രകടനമാണ്. ലോക ചാമ്പ്യന്മാരുടെ മികവ് കളത്തിൽ കണ്ട ദിനമാണ്. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും കളത്തിലുണ്ടോ എന്ന് സംശയിപ്പിക്കും വിധത്തിൽ മത്സരം നിയന്ത്രിച്ചു അർജന്റീന എന്നതൊക്കെയായിരുന്നു എൽദോ വിശേഷിപ്പിച്ചത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ മെസ്സി സെമിയിൽ ഗോൾ നേടിയില്ല എങ്കിലും നിർണായകമായ 2 അസിസ്റ്റുകളിലൂടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയത് മെസ്സിയാണ്. 39-ാം വയസ്സിലും ലോക ഫുട്ബോളിലെ ഏറ്റവും സ്വാധീനമുള്ള താരങ്ങളിൽ ഒരാൾ എന്ന മെസ്സി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഫൈനൽ പ്രവേശനത്തിന് പിന്നാലെ അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സി നടത്തിയ ആവേശാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ മെസ്സി സഹതാരങ്ങൾക്കും ആരാധകർക്കുമൊപ്പം വിജയം ആഘോഷിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മത്സരശേഷം ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ മെസ്സിയെ പ്രശംസിച്ചു. എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് മെസ്സി എന്നതാണ് കെയ്ൻ പറഞ്ഞത്. 1986 ആസ്റ്റെക്ക സ്റ്റേഡിയത്തിലെ ഹാൻഡ് ഓഫ് ഗോഡ്, 1966 വഞ്ചന, ഫോക്ലൻഡിലെ ചോര, അങ്ങനെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വൈരത്തിന് കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. 98, 2002 ലോകകപ്പിലും ഈ വൈരം ആവർത്തിച്ചു. 24 വർഷത്തിന് ശേഷം അതിനെല്ലാം പകരം ചോദിച്ചു മെസ്സിയും കൂട്ടരും. ഈ വിജയം ബ്യൂണസ് ഐറിസിൽ ആഘോഷിച്ചത് സമാനതകളില്ലാത്ത രീതിയിലാണ്. ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകർ രാജ്യത്തിന്റെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലെ തെരുവുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. നഗരമൊട്ടാകെ ആഹ്ലാദത്തിന്റെ മഹാവിസ്ഫോടനമാണ് ഉണ്ടായത്. ചിലർ ആവേശത്തോടെ ആർപ്പു വിളിക്കുന്നതും നിലവിളിക്കുന്നതും ഒക്കെ, സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നതുമൊക്കെ കണ്ടു. അത്യധികം ആവേശഭരിതരായ ചിലർ വസ്ത്രങ്ങളൊക്കെ മുറി ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നത് കണ്ടു. അങ്ങനെ പല വിധത്തിൽ ആളുകൾ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതായിരുന്നു കണ്ടത്. നീലയും വെള്ളയും നിറങ്ങളാൽ ബ്യൂണസ് ഐറിസ് ഒരിക്കൽ കൂടി നിറയുന്നതാണ് കണ്ടത്. ഒരു ലോകകപ്പ് വിജയത്തിന്റെ ആവേശമായിരുന്നു ഫൈനലിലേക്കുള്ള പ്രവേശനം നേടിയ സെമിയിലെ വിജയത്തിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചത്. മോഹൻലാലും ഫഹദ് ഫാസിലും IM വിജയനും ഉൾപ്പെടെ നിരവധി മലയാളികളാണ് അറ്റ്ലാന്റയിൽ അർജന്റീനയുടെ മത്സരം കാണാനെത്തിയത്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതിന് പിന്നാലെ ആരംഭിച്ച ആഘോഷം അറ്റ്ലാന്റയിൽ മണിക്കൂറുകളോളം തുടർന്നു. US നിന്ന് പ്രതാപ് ജയലക്ഷ്മി അത് ന്യൂസ് 18 വേണ്ടി റിപ്പോർട്ട് ചെയ്തു. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കാണാം. അർജന്റീന നല്ല കളി കളിച്ചു. പക്ഷെ നല്ല ടീമിന്റെ അടുത്ത് അവിടെ ഇംഗ്ലണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിഫൻസ് ഗെയിമാണ്. പക്ഷെ അവർ ബോൾ കണ്ടില്ല. സെക്കൻഡ് ബോൾ അടിച്ച്
പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 ഗോൾ തിരിച്ചത്. മെസ്സിയുടെ റൈറ്റ് ക്രോസ്, അതാണ് മാജിക്. ആദ്യത്തെ ഒരു ഗോളിന് പിന്നിട്ട് നിന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? അല്ലേ ഞങ്ങൾക്ക് ഷൂട്ടുണ്ടായിരുന്നു അവരടിക്കുന്നത്. കളി കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അടിക്കുന്നു, തീർച്ചയായിട്ടും അടിക്കുന്നു. ഈ പകരക്കാരൻ ഇറങ്ങിയാണ് ഇത്തവണയും രണ്ടാമത്തെ ഗോള്. അത് ബെൻ സ്ട്രെങ്ത് ബെസ്റ്റാണ്. എന്തായാലും അറ്റ്ലാന്റയിലും മണിക്കൂറുകളോളം അർജന്റീനൻ ആരാധകർ തമ്പടിച്ച് ആഘോഷിക്കുന്നതാണ് കണ്ടത്. അർജന്റീനയുടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഹാർഡ് കോർ ആരാധകരുള്ള നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ നാട്ടിലും രാത്രി തെരുവോരങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് അർജന്റീനയുടെ വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എതിരാളികൾ പോലും മെസ്സിയുടെയും കൂട്ടരുടെയും കഴിവ് അംഗീകരിച്ച് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ വലിയ ആഘോഷം സംസ്ഥാനത്തും നടന്നു. അതേസമയം ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയം നേടിയതിനു ശേഷം അർജന്റീനൻ താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിലായി. ഫോക്ലൻഡ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. മാൽവിനകൾ അർജന്റീനക്കാരാണെന്ന് എഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നതാണ് അർത്ഥം. ഈ വാക്കുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ ആഘോഷം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടനം ഹോട്ട്സ്പറിന്റെ മുൻ താരമായ ലോസെൽസോയും മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരമായ നിക്കോളാസ് ഒട്ടമെന്റിയുമാണ് ബാനർ ഗ്രൗണ്ടിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ട്. കളി കാണാനെത്തിയ ആരാധകരിൽ നിന്നാണ് ഇവർ ബാനർ വാങ്ങിയതെന്ന് അറിയുന്നു. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശന നിരോധനമാണ് ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അർജന്റീനൻ താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ടീമിന് മൊത്തത്തിൽ വിലക്കേർപ്പെടുത്തണമെന്ന വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിൽ ഫിഫ എന്ത് നിലപാടെടുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്നലത്തെ മത്സരം ഒരു ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മത്സരമായിരുന്നു. മെസ്സി ഓരോ അർജന്റീനൻ ആരാധകരെയും മെസ്സി ആരാധകരെയും സംബന്ധിച്ചും ഒപ്പം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും അത് അവരുടെ മനസ്സിൽ കുറിക്കുന്ന ഒരു മത്സരമായിരുന്നു. മെസ്സിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നു, ആ കളി കാണാൻ പറ്റുന്നു എന്നത് തന്നെ ഓരോ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും ഒരു അനുഗ്രഹമാണ്. നമ്മുടെ സമയം ഇന്ന് അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും.